കാർഷിക വാർത്തകൾ. ഉള്ളിവില ഇടിഞ്ഞതിനെ തുടർന്ന് കർഷകർക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. കിലോയ്ക്ക് 12 രൂപ 35 പൈസ നിരക്കിൽ ഉള്ളി സംഭരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഖ്യാപിച്ചു. ഉള്ളിവിലയിടിവിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് പിന്തുണയുമായി കേന്ദ്ര സർക്കാർ. കിലോയ്ക്ക് 12 രൂപ 35 പൈസ നിരക്കിൽ പുതിയ ഉള്ളി സംഭരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ സതാരയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പങ്കെടുത്ത പരിപാടിയിലായിരുന്നു പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഉള്ളി കയറ്റുമതിയെ ബാധിച്ചതാണ് വിലയിടിവിന് കാരണമായതെന്ന് മന്ത്രി പറയുന്നു. ഫെബ്രുവരി 28-ന് ഇറാനിൽ നടന്ന US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമായത്. ഉള്ളി കർഷകരെ സംരക്ഷിക്കുന്നതിനായി മുഴുവൻ സ്റ്റോക്കും സർക്കാർ സംഭരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലെ സമുദ്ര മത്സ്യബന്ധന മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക്. രൂക്ഷമായ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കരയിൽ തന്നെ നിർത്തേണ്ടി വരുന്നുവെന്ന് ബോട്ട് ഓപ്പറേറ്റർമാർ. മത്സ്യബന്ധന നിരോധനത്തിന് മുമ്പുള്ള നിർണായക സീസണിൽ ഇന്ധന വിതരണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് മത്സ്യബന്ധന സംഘടനകൾ. സംസ്ഥാനത്തെ സമുദ്ര മത്സ്യബന്ധന മേഖലയിൽ രൂക്ഷമായ ഡീസൽ ക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സമുദ്ര ഇന്ധന ഔട്ട്ലെറ്റുകളിലേക്കുള്ള ഡീസൽ വിതരണം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഓപ്പറേറ്റർമാർ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. ഡീസൽ ലഭ്യത കുറവിനെ തുടർന്ന് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ കരയിൽ തന്നെ നിർത്തേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഫിഷിംഗ് ബോട്ട്സ് ആൻഡ് ഫിഷറി ഇൻഡസ്ട്രീസ് ഓഫ് കേരള വ്യക്തമാക്കി. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ സജീവമായി പോകുന്ന സമയത്താണ് ഇന്ധനക്ഷാമം രൂക്ഷമായത്. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന 2 മാസത്തെ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള അവസാന മത്സ്യബന്ധന സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി ഏകദേശം 1.5 മാസത്തെ മത്സ്യബന്ധന സമയം മാത്രമാണ് ബാക്കിയുള്ളത്. എണ്ണ വിപണന കമ്പനികൾ ഏർപ്പെടുത്തിയ അപ്രതീക്ഷിത ഡീസൽ നിയന്ത്രണമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. ഇന്ധന വിതരണം സാധാരണ നിലയിലാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കൊച്ചി തേയില ലേലത്തിൽ പരമ്പരാഗത തേയിലയ്ക്ക് മികച്ച ഡിമാൻഡ്. CIS രാജ്യങ്ങളും പശ്ചിമേഷ്യൻ വിപണികളും സജീവമായതോടെ വിലയും വിൽപ്പനയും ഉയർന്നു. CIS രാജ്യങ്ങളും അയൽ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിൽ നിന്നുള്ള ശക്തമായ ആവശ്യകത ദക്ഷിണേന്ത്യൻ തേയില ലേല വിപണിയിൽ വലിയ ഉണർവ് സൃഷ്ടിച്ചു. സെയിൽ 20-ൽ വാഗ്ദാനം ചെയ്ത 2.5 ലക്ഷത്തോളം കിലോ തേയിലയിൽ 99% വിറ്റഴിഞ്ഞു. ശരാശരി വില കിലോയ്ക്ക് 3 രൂപ ഉയർന്നു. റഷ്യയും UAEയും പ്രധാന വാങ്ങലുകാരായപ്പോൾ ഇറാനിൽ നിന്നുള്ള അന്വേഷണങ്ങളും മൂന്നാം കക്ഷി മാർഗങ്ങളിലൂടെ തുടരുന്നതായി വ്യാപാരികൾ പറയുന്നു. നേരിട്ടുള്ള ഇറാൻ വാങ്ങലുകൾ പുനരാരംഭിച്ചാൽ പൊട്ടിയ ഇല, നീളമുള്ള ഇല വിഭാഗങ്ങൾക്കുള്ള ആവശ്യകത കൂടുതൽ ഉയരുമെന്നാണ് പ്രതീക്ഷ. ഉത്തരേന്ത്യയിൽ ആദ്യ ഫ്ലഡ് സീസണിന് ശേഷം വില ഉയർന്നതോടെ വിദേശ വാങ്ങലുകാർ ദക്ഷിണേന്ത്യൻ ലേല കേന്ദ്രങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ പരിമിതമായ വരവ് വിപണിയുടെ പ്രധാന ആശങ്കയായി തുടരുന്നു. CTC ഇല വിപണിയിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ വാങ്ങൽ താൽപര്യം തുടരുന്നതായി കൊച്ചിൻ ടീ ട്രേഡ് അസോസിയേഷൻ വ്യക്തമാക്കി. അതേസമയം ഡസ്റ്റ് ഗ്രേഡുകൾക്ക് ആവശ്യകത കുറവായതും ചില ഗ്രേഡുകൾക്ക് ബിഡ് പോലും ലഭിക്കാതിരുന്നതും വിപണിയിൽ വെല്ലുവിളിയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.